എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. തേയില വെള്ളം ഇടാനും പിന്നെ ഭയങ്കര തൊണ്ടവേദനയാണ്. അപ്പം ഉപ്പുവെള്ളം പിടിക്കാനും വേണ്ടി ഞാൻ തേയില വെള്ളത്തിന് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ അതൊന്ന് ചൂടായപ്പം കുറച്ച് വെള്ളം എടുത്ത് ഒരു കിണ്ണിയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഒഴിച്ചപ്പോൾ തൊണ്ടവേദനയും തൊണ്ട കാറലും ഒക്കെയാണ്. അപ്പം അങ്ങനെ ഉപ്പുവെള്ളം പിടിക്കുമ്പോഴത്തേന് കുറച്ച് ആശ്വാസം കാണും. നല്ല പനിയായിരുന്നു, ഇടയ്ക്ക് സൗണ്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ ഉപ്പ് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് തേയില വെള്ളം ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ പിള്ളേരെ അയച്ചു വിടാൻ വേണ്ടി പുറത്തോട്ട് വന്നതാണ്. ഇവിടെ ഇപ്പം ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ട് കേട്ടോ. മഴയും വെയിലും ഒക്കെ മാറി മാറി വരും. അപ്പോൾ രാവിലെ ഇച്ചിരി തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേരെ ഞാനങ്ങ് അഴിച്ചു വിട്ട്, ഗോപുവിനെയും ചിക്കുവിനെയും ബ്ലാക്കിയും കൂടെ. പിന്നെ അവരെ പിടിച്ച് കെട്ടിയതിന് ശേഷം ഞാൻ വന്ന് തേയില വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടന് വേണ്ടിയിട്ട് വന്ന് അപ്പോൾ തേയില വെള്ളത്തിൻ്റെ കൂടെ തലേന്ന് ഞാൻ കുറച്ച് ചക്ക ചിപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തേയില വെള്ളം കുടിക്കാൻ നേരത്തെ എന്തെങ്കിലും ഒരെണ്ണം കുറിക്കാൻ വേണം. ബിസ്ക്കറ്റൊന്നും എനിക്ക് വേണ്ട, അല്ലാതെ ചക്ക ചിപ്സോ വേറെ എന്തെങ്കിലും. അപ്പം ഞാനത് തലേന്ന് മേടിച്ചതിൻ്റെ ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനൊരു ഗ്ലാസ് തേയില വെള്ളം കുടിച്ചുകൊണ്ട് വേണം എനിക്ക് ജോലികൾ തുടങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ്. അപ്പോൾ പനിയും കൂടെ ആയപ്പോഴത്തേനും എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാനാണ് തോന്നുക. പിന്നെ തേയില വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കാശിക്കുട്ടന് സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ അവൻ ചോറ് സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് രാവിലെ കറി ഉണ്ടാക്കുന്ന ദിവസം അവന് കൊടുത്തുവിടും. അപ്പോൾ ഇന്ന് കുറച്ച് പടവലങ്ങ ഉണ്ടായിരുന്നു, അതൊന്ന് തോരൻ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ ചോറും വെച്ച് സാമ്പാറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ തലേന്നേ വെച്ചതാണ്. അത് രാവിലെ എടുത്തൊന്ന് ചൂടാക്കി പിന്നെ ചോറും അരിയൊക്കെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പടവലയും കുറച്ചേ ഉള്ളായിരുന്നു. വെട്ട് പച്ചക്കറി മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയത്, അതൊന്ന് അരിഞ്ഞ് ഒരു സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി ഇറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തോരനും ഒക്കെ അതിന് ശേഷം ഇന്ന് തലേന്ന് കിട്ടിയ മീനാണ് കേട്ടോ ഇതുവഴി കൊണ്ടുപോയതായല്ല. അപ്പം ഞാനത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പം ഇന്നതെടുത്ത് വറുക്കാമെന്ന് കരുതിയപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പിന്നെ കുറച്ച് കറി മസാലയും ചേർക്കും ചില മീനൊക്കെ ഞാൻ വറുക്കുമ്പം. പിന്നെ കുരുമുളകൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തില്ല. പിന്നെ ഇച്ചിരി 2-3 ഇഞ്ചിയും ഇത്തിരി ഇഞ്ചിയും 2-3 വെളുത്തുള്ളി പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് അതൊക്കെ ഒന്ന് അതിനകത്ത് ചതച്ചിട്ട് അതൊന്ന് പുരട്ടി ഇച്ചിരി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ലെന്ന് കരുതിയിരുന്നതാണ്. പിന്നെ അങ്ങ് എന്തായാലും സമയമുണ്ടല്ലോ എടുക്കാമെന്ന് കരുതി. അങ്ങനെ അതെല്ലാം വേവിച്ച് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം പിള്ളേർക്കുള്ള കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതും ഒന്ന് വേവിക്കാൻ വെച്ച് പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം കാക്ക വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അതിനും ഇച്ചിരി ചോറ് കൊടുത്തപ്പം നമ്മുടെ പുഴുതു വീണ മരത്തിലായിരുന്നു അവരുടെ കൂട്. അപ്പം മഴയൊക്കെ പൊഴുതു പോയപ്പോഴത്തേനും അവർക്ക് കൂടില്ലാതായി. വേറെ എവിടെ കൂട് കെട്ടിയിട്ട് ആഹാരം കഴിക്കാൻ ഇങ്ങ് വരും. അങ്ങനെ അവർക്ക് ചോറ് കൊടുത്തിട്ട് വൈകുന്നേരം കാശിക്കുട്ടൻ സ്കൂളിലോട്ട് വന്നപ്പോഴത്തേക്കും ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ കടയിൽ കയറി ബോളി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം എന്നെപ്പോലെ തന്നെ കടപ്പലാരം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഗോകൂട്ടനും ബ്ലാക്കിക്കും. അപ്പോൾ അവന്മാർക്കും കൊടുത്തു കഴിഞ്ഞ് ചിക്കൂനൊന്നും വേണ്ട, അവന് പാല് മാത്രം മതി. പിന്നെ കാശിക്കുട്ടൻ അതിനിടയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയായിരുന്നു കേട്ടോ രാത്രി. പിന്നെ കുറച്ച് നേരം ഞാനും മോളും കൂടെ വെളിയിൽ പോയിരുന്നു. ഞാൻ എവിടെ പോയിരുന്നാലും എൻ്റെ കൊച്ച് എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ. മോളെ ഡി ഇങ്ങോട്ട് നോക്കടി. അടുത്തോട്ടടിയ